ഓക്കെ ഗായ്സ്, മിസ്റ്റർ ഒളിമ്പിയ ഓപ്പൺ ബോഡി ബിൽഡിങ്ങിന്റെ പ്രഡിക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ നടത്താൻ പോകുന്നത്. ഫിഫ്ത്ത് പ്ലേസിൽ ഞാൻ പ്രഡിക്ട് ചെയ്യുന്നത് ആൻഡ്രൂ ജാക്കിനെയാണ്. കാരണം ആൻഡ്രൂ ജാക്ക് ഈസ് സോ ബിഗ് ആൻഡ് അതിനടുത്തുള്ള കണ്ടീഷനും ഇംപ്രൂവ്മെന്റ്സും എല്ലാ ഇയറും ആൻഡ്രൂ ജാക്ക് കൊണ്ടുവരാറുണ്ട്. ഫോർത്ത് പ്ലേസിൽ ഞാൻ പ്രഡിക്ട് ചെയ്യാൻ പോകുന്നത് ഡെറക് ലെൻസ് തന്നെയാണ്. ഐ നോ ഡെറക് ഓൾറെഡി എറണോട്ട് ക്ലാസിയും അതുപോലെ തന്നെ പിറ്റ്സ്ബർഗ് പ്രോയും ജയിച്ചിട്ടാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ ലെഗിന്റെ സെപ്പറേഷൻ കൊണ്ടും അതുപോലെ തന്നെ ഒത്ത കണ്ടീഷനിങ് കൊണ്ടുവരാത്തതിനെ കൊണ്ടും ഞാൻ ഫോർത്ത് പ്ലേസ് ആണ് പ്രഡിക്ട് ചെയ്യുന്നത്. തേർഡ് പ്ലേസ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഹാർഡി ചൂപ്പറാണ്. സോ ഹാർഡി ചൂപ്പർ ഈസ് നോൺ ബെസ്റ്റ് ഫോർ കണ്ടീഷനിങ്. സോ ഫസ്റ്റ് ടോപ്പ് 3 പ്ലേസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്തേക്കാം. ബട്ട് ഐ ആം പ്രഡിക്റ്റിംഗ് ഹാർഡി ചൂപ്പർ ഫോർ തേർഡ് പ്ലേസ്. ഇനിയാണ് ടോപ്പ് 2 പ്ലേസ്. ഞാൻ സെക്കൻഡ് പ്ലേസിൽ ആക്ച്വലി പ്രഡിക്റ്റ് ചെയ്യുന്നത് സാംസൺ ഡൗഡേനാണ്. ഐ നോ ഹീസ് എ റെയിനിങ് മിസ്റ്റർ ഒളിമ്പിയ ചാമ്പ്യൻ. ബട്ട് സാംസൺ ഡൗഡയുടെ സൈസ് കൂടുതൽ കാരണം പീക്ക് വീക്കിലും അതുപോലെ തന്നെ പ്രീ ജഡ്ജിങ്ങിലും ഫൈനൽസിലും വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി കണ്ടീഷനിങ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു കോൺസിസ്റ്റന്റ് ഫ്ലോയിൽ നിൽക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് പ്ലേസ് സാംസങ്ങിനെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇയേഴ്സ് മിസ്റ്റർ ഒളിമ്പിയ വിന്നറായിട്ട് ഞാൻ നിക് വാക്കറിനെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. നിക് വാക്കർ ഈസ് വെരി ക്രിസ്പ്, വെരി ഷാർപ്പ് ആൻഡ് വെരി കണ്ടീഷൻ. ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് 3 പ്ലേസസ് ചേഞ്ച് ആയേക്കാം. ബട്ട് ഐ പ്രഡിക്റ്റ് നിക് ഫസ്റ്റ്, സെക്കൻഡ് സാംസൺ ആൻഡ് തേർഡ് ഹാർഡി. ഇതിൽ നിന്നും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം അർസിന്റെ ഓപ്പൺ ഡെബ്യൂ കാണാനാണ്. മിസ്റ്റർ ഒളിമ്പിയയിൽ ഫസ്റ്റ് ടൈം ഇൻ ഓപ്പൺ ബോഡി ബിൽഡിംഗ്.